വൈക്കം സ്വദേശിയായ 14-കാരൻ കണ്ടെത്തിയത് ചിഹ്നഗ്രഹത്തിന് നാസയുടെ അംഗീകാരം. 8ാം ക്ലാസ് വിദ്യാർത്ഥി ശ്രേയസ് ഗിരീഷാണ് നാസയുടെ പ്രത്യേക പ്രോജക്ടിന്റെ ഭാഗമായി ചിഹ്നഗ്രഹം കണ്ടെത്തിയത്. കഴിഞ്ഞ വർഷം 3 ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി നാസയുടെ ഔദ്യോഗിക അംഗീകാരത്തിനായി കാത്തിരിക്കുന്നതിനിടെയാണ് ശ്രേയസിന്റെ പുതിയ നേട്ടം. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ നടത്തുന്ന ഓൺലൈൻ ക്യാമ്പയിൻ റിസർച്ചിൽ പങ്കെടുത്താണ് ശ്രേയസ് ഗിരീഷ് അഭിമാന നേട്ടം സ്വന്തമാക്കിയത്. ജ്യോതിശാസ്ത്രത്തിൽ ഏറെ താല്പര്യമുള്ള ശ്രേയസ് 4 വർഷങ്ങൾക്ക് മുൻപാണ് നാസയുടെ ഈ റിസർച്ച് ടീമിൽ അംഗത്വം നേടിയത്. സിറ്റിസൺ സയന്റിസ്റ്റായി പ്രവർത്തിക്കവേ മിൽക്കി വേ എക്സ്പ്ലോറർ എന്ന പ്രോജക്ടിന്റെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2024 മാർച്ചിൽ 3 ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയെങ്കിലും നാസയുടെ ഔദ്യോഗിക അംഗീകാരത്തിന്റെ കാത്തിരിപ്പിലായിരുന്നു. എന്നാൽ ഇതിനിടെയാണ് പുതിയ ക്യാമ്പയിനിൽ ടീം ലീഡായതിനു ശേഷം കണ്ടെത്തിയ മറ്റൊരു ചിഹ്നഗ്രഹത്തിന് നാസയുടെ ഔദ്യോഗിക അംഗീകാരം ലഭിച്ചത്. ആസ്ട്രോണമി വെച്ചെങ്കിൽ സ്പേസും സ്റ്റാർസും ഇതിന്റെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പ്രൊജക്ട്സിലും ഓരോത്തിലൊക്കെ ഇൻവോൾവ് ആയി നാസയുടെയും ISROയും റോക്കറ്റ് ലോഞ്ചസ് സ്ഥിരമായിട്ടൊക്കെ കണ്ട് അങ്ങനെ ഇഷ്ടം ഇമ്പ്രൂവ് ആയി. പാരൻസിനും ഈ ഏരിയ ഭയങ്കര ഇഷ്ടമായിരുന്നു, സ്പേസ് ആസ്ട്രോണമിയൊക്കെ. എൻ്റെ അംബീഷൻ എന്ന് വെച്ചാൽ നാസയിലെ ചീഫ് സയന്റിസ്റ്റ് ആവാനാണ്. പിന്നെ ഇപ്പോൾ ഞാൻ ഗിന്നസ് റെക്കോർഡിനും വേണ്ടിയും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഇന്ത്യൻ സിറ്റിസൺ ഏറ്റവും ചെറിയ ഏജിൽ ആസ്ട്രോ ഡിസ്കവർ ചെയ്ത്, അപ്പം അതിനു വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരനായി മാറിയ ശ്രേയസ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരുന്നു. പുതിയ നേട്ടം ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിന്റെ പരിഗണനയിലാണ്. കാക്കനാട് ജെംസ് മോഡേൺ അക്കാദമിയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രേയസിന് ഭാവിയിൽ ശാസ്ത്രജ്ഞനാകാനാണ് ആഗ്രഹം. മനോരമ ന്യൂസ്, കൊച്ചി.